വിശ്വ 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 ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ഭാർഗു നീയായിരുന്നു. ഞാൻ വിചാരിച്ചു. സത്യം പറ വിശ്വ, എന്താ നിന്റെ പ്രശ്നം ശരിക്കും? എന്തൊക്കെ സംഭവിച്ചാലും എപ്പോഴും പ്രേതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഭാർഗു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, നിനക്കെന്നെ 1% പോലും വിശ്വാസമില്ലേ? അല്ല, ഞാൻ എന്തിനാ നിന്റെ മുമ്പിൽ നാടകം കളിക്കുന്ന ഭാർഗു? നോ ബോളിന് റൺഔട്ട് ആയതിനെ പോലെ എന്തിനാ പെരുമാറുന്നേ? അല്ല, എനിക്കിതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടായിട്ടാ? പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഒരു ഭൂതവുമില്ല, ഒരു പ്രേതവുമില്ല. പ്രാക്ടിക്കലായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് വിശ്വ, എവിടുന്ന് വരാനാ ഭൂതവും പ്രേതമൊക്കെ? ചിലപ്പോ വന്നാലോ ഭാർഗു? നീയൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇടയ്ക്കിടയ്ക്ക് വാണി ചേച്ചി നിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് നിന്നെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു? എന്റെ മരുമകള് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ? വാണി, എന്താ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഭാർഗു, എനിക്കെന്തോ വാണി ചേച്ചി തന്നെ വന്ന് ഇതൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. നിനക്കും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഭാർഗു? നിന്റെ സ്വപ്നത്തിൽ വന്ന് ശല്യം ചെയ്തു. ഇപ്പോ എന്റെ കാര്യത്തില് ശരിക്കും വന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോ നിന്നെ വിട്ടിട്ട് എന്റെ പുറകെ വന്നതായിരിക്കും. ഏയ്, വിവരക്കേട് പറയരുത് ഇങ്ങനെ. ഭാർഗു, നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, നനഞ്ഞ തുണി തന്നെത്താനെ വന്നെന്റെ നെറ്റിയിൽ വീണു. പിന്നെ കാറ് തന്നെത്താനങ്ങ് ഓഫായി. ആ സ്റ്റിയറിങ് തന്നെത്താനങ്ങ് തിരിയാൻ തുടങ്ങി. ആരും എന്നെ പുറകിന്ന് തള്ളുന്ന പോലെ തോന്നി. ഇതൊക്കെ പിന്നെ എങ്ങനെയാ ഭാർഗു? അല്ലെങ്കിലും ഈ വാണി ചേച്ചി എന്തിനാ എന്റെ പുറകെ കൂടിയത്? ഞാനവരെ എന്ത് ചെയ്തിട്ടാ ഭാർഗു? അല്ല ഭാർഗു, വാണി ചേച്ചി നിന്നെ ശല്യം ചെയ്യാനൊരു കാരണം വേണ്ടേ? സത്യം പറയാം ഭാർഗു, വാണി ചേച്ചിയെ നീയൊന്നും ചെയ്തതല്ലോ അല്ലേ? എന്നോട് സത്യം പറഞ്ഞേക്ക് ഭാർഗു, സത്യം പറ. ഇനി ഒരു തവണ, ഒരൊറ്റ തവണ കൂടി നീ ഇങ്ങനെ സംസാരിച്ചാലുണ്ടല്ലോ. അല്ല ഭാർഗു, നീ എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? അല്ല, നീ ഒന്ന് നോക്കിയാ പോരാ, ഞാൻ പേടിക്കില്ലേ? പക്ഷെ ഇതുവരെ എന്നെ അടിക്കാത്ത നീ ഇന്ന് എന്റെ മേലിൽ കൈവച്ചില്ലേ ഭാർഗു? നീ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് എന്തോ ഒരു ഡൗട്ട് വരുന്നുണ്ട് ഭാർഗു, ഡൗട്ട് വരുന്നുണ്ട്. എന്താ ഡൗട്ടുണ്ട് എനിക്ക്? എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല ഭാർഗു. അയ്യോ, ഒരു വശത്ത് ആ പ്രേതത്തെ പേടിക്കണം, മറുവശത്ത് എനിക്ക് വീട്ടിലൊരു സമാധാനം കിട്ടുന്നില്ല. സമാധാനം ഇല്ല എനിക്ക് വീട്ടില്. എന്താ ഈ വിശ്വയ്ക്ക് പറ്റിയത്? വാണി, വാണി, അവള് വീണ്ടും വന്നു. വിശ്വയ്ക്കിപ്പോ എന്നെ കുറിച്ച് ഡൗട്ട് തോന്നി തുടങ്ങി. ഇല്ല, അതിന് ചാൻസ് ഇല്ല. വാണിക്കൊരിക്കലും തിരിച്ചു വരാനാവില്ല. ഇവനെന്തോ ഭ്രാന്ത് പിടിച്ചതാ. ഒരിക്കലുമില്ല. സുബി,
നിനക്ക് ചിത്രാന്നം വലിയ ഇഷ്ടമല്ലാത്തതാ. എപ്പോ നോക്കിയാലും പാസ്ത കഴിക്കണം എന്നാ പറയാറ്. എന്നിട്ട് ഇപ്പൊ എന്താ എന്നോട് ചിത്രാന്നം ഉണ്ടാക്കാൻ പറഞ്ഞേ? കാവേരി ചേച്ചി, ഈ ചിത്രാനുണ്ടല്ലോ, ഞാൻ അവിടെ ഒരുപാട് മിസ് ചെയ്യുമായിരുന്നു. അവിടെ വേറെ വേറെ ടൈപ്പ് ഭക്ഷണങ്ങളാ ഉണ്ടാവുക. പക്ഷെ സീതമ്മ ഞാൻ പറയുന്ന എല്ലാം ഉണ്ടാക്കി തരുമല്ലോ. പക്ഷെ ഈ കാവേരി ചേച്ചി ഉണ്ടാക്കുന്ന ചിത്രാൻ അവിടെ എവിടെയും കിട്ടില്ല. നീ ഇനി ഇങ്ങനത്തെ ഭക്ഷണം ഒന്നും കഴിക്കരുത് സുബി. നല്ല ഭക്ഷണം കഴിക്കണം. എന്നും അത് തന്നെയല്ലേ കഴിക്കുന്നേ? ഇതിനും രുചിയുണ്ട്, അതിനും രുചിയുണ്ട്. മതി മതി, സംസാരം നിർത്തിയിട്ട് വേഗം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താ ഗ്രാൻഡ് ഇത്? സുബി ഇത്രയും നാൾ ഇവിടെ ഇല്ലാണ്ടിരുന്നിട്ടായിരുന്നു നിനക്ക് ദേഷ്യം. ഇപ്പൊ അവള് വന്നല്ലോ, എന്നിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സുബി, എന്തു പറ്റി? ഒന്നുമില്ല കാവേരി ചേച്ചി, സീതമ്മ ഓർമ്മ വന്നു. അവരെന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? അമ്മയുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയേ ഉണ്ടായിരുന്നില്ല. എനിക്കിവിടെ കാവേരി ചേച്ചി എങ്ങനെയാണോ അതുപോലെ സീതമ്മയും, രണ്ടുപേർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാ. ആ റാം സാറോ, അവർക്ക് നിന്നെ ഇഷ്ടമാണോ? സൂര്യ മുത്തശ്ശൻ, സാധന ആന്റി, സത്യ അങ്കിൾ, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാ. അപ്പൊ എനിക്ക് എത്ര സന്തോഷാവൂന്ന് അറിയോ? നിർത്തുന്നുണ്ടോ അവിടുത്തെ പുരാണങ്ങള്? സമാധാനമായിട്ട് കഴിക്കാനും സമ്മതിക്കുകയല്ല. വന്നപ്പോ തൊട്ട് അവിടുത്തെ സംസാരം മാത്രമേ ഉള്ളൂ. മുത്തശ്ശ, വന്ന് ഭക്ഷണം കഴിക്കേ. എന്തിനാ മുത്തശ്ശ ദേഷ്യം പിടിക്കുന്നേ? സുബി, നീ വിഷമിക്കണ്ട കേട്ടോ. ഗ്രാൻഡ് ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാ. നീ ആ വീട്ടിലേക്ക് പോയത് ഗ്രാൻഡ് ഇഷ്ടായിട്ടില്ല, അതിന്റെ ദേഷ്യ. അതെ സുബി, അതൊക്കെ പതുക്കെ ശരിയായിക്കോളൂ. നീ ഭക്ഷണം കഴിക്ക. എപ്പോഴും വേറെ സെന്റിമെന്റ് സീൻ മാത്രമേ ഉള്ളൂ. സുബി, നീ ഒരു മാജിക് ചെയ്തേ കാണട്ടെ. അയ്യോ മോളെ, ഈ കളിക്കിന് ഞാനില്ല. നീ എന്താണെങ്കിലും ചെയ്തോ. അതെ, why you looking there? മാജിക് ഒന്നും ഇപ്പൊ വേണ്ട, നാളെ ചെയ്തോളാം. കാവേരി ചേച്ചി, വാരിത്താ. എന്താ നമുക്കൊക്കെ പറ്റിയത്? എന്തിനാ ഇങ്ങനെ ബോറായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നേ? സംസാരിച്ചോണ്ട് തന്നെയല്ലേ നമ്മള് ഭക്ഷണം കഴിക്കുന്നേ. ഇനിയിപ്പോ ഡാൻസ് കളിച്ചോണ്ട് കഴിക്കാൻ പറ്റുമോ നമുക്ക്? ആക്ച്വലി നൈസ് ഐഡിയ. ഭക്ഷണം പിന്നെയും കഴിക്കാലോ. വന്നേ, ഡാൻസ് കളിക്കാം. ഏയ് പ്രിയ, എന്താ ഈ പറയുന്നേ? ഡാൻസ് കളിക്കാം. കം ഓൺ ഗൈസ്. ഇങ്ങോട്ട് ഒരു എഴുന്നേറ്റ് വാ. മിനിറ്റ്, എന്റെ ഭാര്യ പറഞ്ഞാൽ അത് ഫൈനലാ. ഡാൻസ് കളിച്ചേ പറ്റൂ. എഴുന്നേക്ക്. വന്നേ 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 വന്നേ. എന്താ ഡാൻസ് ചെയ്യാ? മോളെ, നീ പാട്ടിട്, ഞാൻ വീഡിയോ എടുത്തോളാം. കളിച്ചോ കളിച്ചോ. കം ഓൺ ഗൈസ്, കം ഓൺ. உயிரே கவரும்
കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയാ സൂപ്പർ സൂപ്പർ. അശോക് എന്തിനാ വീഡിയോ എടുക്കുന്നേ? എടുക്കട്ടെന്നേ, നാളെ സിഹി വന്നാ കാണിച്ചു കൊടുക്കണ്ടേ? ശരി ബാ, ഇനി നിങ്ങൾ ഡാൻസ് കളിക്കേ. വേണ്ട വേണ്ട, ഞങ്ങൾ എന്തിനാ വെറുതെ. അതെന്താ? ഇനിയിപ്പോ നാളെ ഒരു കുട്ടി പ്രിയ കുട്ടി അശോക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ റെഫറൻസ് വീഡിയോ വേണ്ടേ? ഒന്നും പറയാം, രണ്ടുപേരും ഞങ്ങൾ സെലക്ട് ചെയ്യാം. ഈ സോങ് പോരെ? ആ ഓക്കെ ഓക്കെ. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്നെ കൺചെന്നിടാതെ എൻ ജീവനേ. നൈസ്. സൂപ്പർ. താങ്ക് യു. സീത, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ 4 പേര് ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തില്ലേ? ആക്ച്വലി നമ്മൾ 4 പേര് ഇവിടെ തന്നെ നിൽക്കുമ്പോ എന്ത് രസാണല്ലേ. പിന്നെ ട്രിപ്പിന്റെ ആവശ്യമുണ്ടോ? ഈ സന്തോഷത്തിൽ അടുത്ത പാട്ട് പ്ലേ ചെയ്യ്, എല്ലാവർക്കും ഡാൻസ് കളിക്കാം. കമാൺ കമാണ്ടാ. ഈ മംഗള കടിയാ നാടുരാ 35 12 കൊമ്പുരാ ദ്യാവനേലേ. സീതമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. നാളെ അങ്ങോട്ട് പോവുമല്ലോ, അപ്പൊ കെട്ടിപ്പിടിച്ചുറങ്ങണം. പാവം സീതമ്മയ്ക്ക് ഞാനില്ലാത്ത കൊണ്ട് ഉറക്കം വന്നു കാണില്ല. സീത, നീ ഉറങ്ങാതെ എന്തിനാ ആലോചിച്ചോണ്ടിരിക്കുക? കിടക്ക്. സിഹി ഇല്ലാതെ എനിക്ക് ഉറക്കം വരുന്നില്ല റാം. അവൾ ഉറങ്ങി കാണോ എന്തോ. സീത, നീ വെറുതെ ടെൻഷൻ ആവല്ലേ. അവൾ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. നാളെ രാവിലെ ഞാൻ തന്നെ പോയി കൊണ്ടുവരാം അവളെ. റാം, ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ. നമുക്ക് ഒരുമിച്ച് പോയി കൊണ്ടുവരാലോ അവളെ. അത് സീത, നമുക്ക് പോയിട്ട് അവളെ കൊണ്ടുവരാമായിരുന്നു. ബട്ട് എന്തു പറ്റി? ആക്ച്വലി നാളെ അതേ ഏരിയയിൽ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ഉണ്ട്. എന്തായാലും നാളെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോ സിഹിയെ കൂടെ ഞാൻ പിക്ക് ചെയ്യാം. പ്രോപ്പർട്ടി വിസിറ്റ് ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാമായിരുന്നു. ആണോ? സീത, സീത, നെക്സ്റ്റ് വീക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ? ശരി, പോ. ഇപ്പൊ ഒന്നും ആലോചിക്കാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇല്ല റാം, സിഹി എന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കിടന്ന ശീലമായില്ലേ എനിക്ക്. അവളില്ലല്ലോ, ഉറക്കവേ വരുന്നില്ല എനിക്ക്. ഓ, സിഹിയില്ല, പക്ഷേ സിഹിയുടെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിരുന്നു ഉറങ്ങി. അപ്പൊ നന്നായിട്ട് ഉറക്കം വരും. റാം, സീത, റാം, സീത, റാം, സീത, നിങ്ങളൊന്ന് പോയേ റാം. എന്റെ അടുത്തേക്ക് വരല്ലേ, പോയേ. ആണോ? ഓക്കെ, ശരി. ഏയ് റാം,
അപ്പോ അപ്പോ അമ്മേ, റാം വീട്ടിലില്ല. അവൻ രാവിലെ തന്നെ പോയോ? ഇങ്ങോട്ട് ഓഫീസിലേക്കാണോ? അല്ലമ്മേ, സിഹയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതാ. കൂടെ നീ പോയില്ലേ സീത? ഏയ് ഇല്ലമ്മേ, അവര് തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. സീത, നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ സത്യം പറയാമോ? അമ്മ, നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? എന്താണെങ്കിലും ചോദിച്ചോളൂ പ്ലീസ്. ഇതെനിക്ക് നിന്നോട് എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം. നീയും അപ്പവും ഓക്കെ അല്ലേ മോളെ? ഐ മീൻ, രണ്ടുപേരും ഹാപ്പി അല്ലേ? തമ്മില് വഴക്കൊന്നുമില്ലല്ലോ? അമ്മേ, ഞങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ശരിക്കും ഹാപ്പിയാ ഞങ്ങള്. ഇതെന്താ ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെ സംശയം? ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഈയിടെയായിട്ട് നീയും അപ്പവും എങ്ങോട്ടും ഒരുമിച്ച് പോകുന്നില്ലല്ലോ. ഇന്നലെ സിഹിയെ ഡ്രോപ്പ് ചെയ്യാനും അവൻ ഒറ്റയ്ക്കാ പോയത്. പിന്നെ അവളെ തിരിച്ചു കൊണ്ടുവരാനും അവൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ പോയത്. എനിക്കെന്തോ അവൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. റാമിനൊരു സൈറ്റ് വിസിറ്റിംഗ് ഉണ്ടത്രേ. അത് കഴിഞ്ഞ് സിഹിയെ പോയി അവിടുന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞു, അതുകൊണ്ടാ. എന്നാലും എനിക്കെന്തോ കുഴപ്പം തോന്നുന്നു സീത. അപ്പൊ നിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? നിനക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല? അയ്യോ, സീതയുടെ റാമിന് എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? അതെങ്ങനെയാ റാമിന് പറ്റുന്നേ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നു? അശോക് ഉണ്ടെങ്കിൽ റാമിന് ഒന്നും വേണ്ട, റാം ഉണ്ടെങ്കിലോ അശോകിന് എന്നെ പോലും വേണ്ട. അങ്ങനത്തെ ഫ്രണ്ട്സ് അവര്. എപ്പോഴും ഒരുമിച്ചല്ലേ കറക്കം. അതെ അമ്മേ, ഞാനിന്നലെ ചോദിച്ചതാ ഞാനും കൂടെ വന്നോട്ടെ എന്ന്. അവരെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനായി സീത. എനിക്ക് നീയും അപ്പം എപ്പോഴും ഒരുമിച്ചുണ്ടാവണം മോളെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിടയില് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചു. ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. നോക്ക്, റാം എന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അതിനെ ഞാൻ ഗ്യാരണ്ടിയാ. റാമപ്പ നിന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലേ സീതെ? നിന്റെ മകള് സിഹി മരിച്ച കാര്യം പോലും നിന്നോട് മറച്ചു വെച്ചു. ഏതോ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നവള് സിഹിയാണെന്ന് പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ചതാ. ആ സത്യം തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾക്കിടയിലെ സ്നേഹം ഇതുപോലെ ഉണ്ടാവോ? സുബി, എല്ലാം ഒന്ന് പെട്ടെന്നാക്ക്, ലേറ്റ് ആവുന്നുണ്ട്. മുത്തശ്ശ, കൊറേ നേരമായിട്ട് ലേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന എന്താ? എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ അവിടെ എത്തുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. അതെനിക്ക് ഇപ്പോഴേ മനസ്സിലായി. സുബി, നീ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ പോകുന്നേ? മുത്തശ്ശ, ഇവിടെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വേറെ എങ്ങോട്ടാ കാവേരി ചേച്ചി? സീതമ്മയുടെ അടുത്തേക്കാ മുത്തശ്ശൻ കൊണ്ടുപോകുന്നേ. ഇന്ന് ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ സീതമ്മ അന്വേഷിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയില്ലേ? അതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോയല്ലേ പറ്റൂ. ഈ മുത്തശ്ശി ശരിക്കും റാം സാറിന്റെ വീട്ടിലേക്ക് സുബിയെ കൊണ്ടുപോകുന്നതാണോ? സുബി അവിടെ നിൽക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇപ്പോ ഇവരായിട്ട് എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? ഇതിലെന്തോ കുഴപ്പം തോന്നുന്നുണ്ടല്ലോ എനിക്ക്. ജാക്കി ചേട്ടാ, കുട്ടലിംഗം, വേഗം വന്നേ. ഞാൻ കുറച്ചു നേരം കൂടെ കഴിഞ്ഞാ പോകും കേട്ടോ. ഇത്ര പെട്ടെന്നോ തമ്പുരാട്ടി? അവിടെ സീതമ്മ ഞാൻ വരുന്നത് കാത്തിരിക്കുന്നുണ്ടാവും. ഞാനിപ്പോ അങ്ങോട്ട് പോയല്ലേ പറ്റൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം സുബി. റാം ദേശായി കുറച്ചേരം കഴിയുമ്പോ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വരും. മുത്തശ്ശ, അവരെന്നെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരുമല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? അതൊക്കെ നീ അറിയണമെന്നുണ്ടോ? ഇറങ്ങാൻ നോക്ക്. റാം സാറിന്റെ വീട്ടില് നിങ്ങൾ കൊണ്ടുപോയി സുബി ആക്കിയിട്ട് വരുമെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊക്കെ അവിടെ എത്തുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. അതല്ല, ഞാൻ എന്തിനാ ഇവിടെ അയാളുടെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുന്നേ?
ഇവളെ ദത്തെടുക്കാൻ ആരോ തയ്യാറായി വന്നിട്ടുണ്ട്. അവരെ ഏൽപ്പിക്കാനാ കൊണ്ടുപോകുന്നേ.